ഇത് നമ്മുടെ പുതുതായിട്ട് വർക്ക് ചെയ്ത ഒരു വീടിൻ്റെ മുൻവശമാണ്. വീടല്ല, ഔട്ട് ഹൗസിൻ്റെ മുൻവശമാണ്. ഇത് ഫുള്ളായിട്ടും ഒരു അമേരിക്കൻ സ്റ്റൈലിലാണ് ഇത് പണി തീർത്തേക്കുന്നത്. കാരണം ഇത് അവരുടെ ഔട്ട് ഹൗസാണ്. അവർക്ക് വരുന്ന ഗസ്റ്റുകളൊക്കെ ഇനിയും ഇവിടെ ഔട്ട് ഹൗസ് കൊണ്ട് അവർ ഒതുക്കാനാണ് അവരുടെ പരിപാടി. കാരണം നല്ല മനോഹരമായ ഒരു ഔട്ട് ഹൗസ്, കിച്ചണ്, എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു ഔട്ട് ഹൗസാണ്. അതിൻ്റെ വണ്ടി വരെ അതിലേക്ക് കയറി പാർക്ക് ചെയ്യാം. അത് ഇതിൻ്റെ ഈ ഔട്ട് ഹൗസിൻ്റെ നിർമ്മാണം നമ്മുടെ ബേസിൽ മേശ്ശേരി എന്ന് പറഞ്ഞ ഒരാളാണ്. ബാക്കി പുല്ലും കല്ലും ഒക്കെ ഇട്ടത് ഞാനും എൻ്റെ സുഹൃത്ത് ബോസ് എന്നൊരാളാണ്. ഞങ്ങളതിൻ്റെ വർക്കിൻ്റെ ഫിനിഷിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഇവിടെ കൂടുതൽ ചെടികളൊന്നും നമ്മുടെ ഈ വീടിൻ്റെ ഓണർ, പുള്ളി അമേരിക്കയിലാണ്, പ്രിൻസ് മോൻ എന്ന് പറയും. പുള്ളിയുടെ ഫാദറും മദറും ഉണ്ട് നമുക്ക് പരിചയപ്പെടാം. ആ പുള്ളി വെച്ചേക്കുന്ന ഒരേ ഒരു ചെടിയാണ് ഹാർട്ട് ലിവർ എന്ന് പറഞ്ഞ യുജീനിയയുടെ ഒരു ചെടിയാണ്. അത് വളരെ മനോഹരമായിട്ട് ഇവിടെ നിൽപ്പുണ്ട് വീടിൻ്റെ ഈ ഔട്ട് ഹൗസിൻ്റെ. 100 ചെടിയില്ലെങ്കിലും ഒരു ചെടി മതി, എന്തിനധികം വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉടമസ്ഥരെ ഒന്ന് കാണാം. ഉടമസ്ഥർ നമ്മുടെ കുട്ടിച്ചനും ലിസിയമ്മയാണ്. അവരാണ് ഇവിടെ ചിറക്കൽ ഹൗസാണ്. ഇത് കുറുവാക്കയം എന്ന് പറയും. അതായത് പന്നിമറ്റത്തുനിന്ന് ഒരു 1.5 കിലോമീറ്റർ 1 കിലോമീറ്റർ മാറി റോഡിൻ്റെ സൈഡിൽ മെയിൻ ഗേറ്റ് വളരെ മനോഹരമായിട്ട് ആർച്ച് ഉണ്ടാക്കിയ ഒരു വീട് ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ആർച്ച് പണിതിട്ട് റോഡ് തൊട്ടിങ്ങോട്ട് ടൈല് വിരിഞ്ഞ് പഴയ വീടാണെങ്കിലും ആ വീടിനേക്കാളും ഉപരിയായിട്ട് അവരുടെ മുറ്റം വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. കല്ല് പതിപ്പിച്ച് ഗേറ്റിൻ്റെ 2 സൈഡിലും പുല്ല് വെച്ച് കുറച്ച് പിന്നെ കലാത്തിയ ചെടികൾ മാത്രം വെച്ച് വീട്ടിലേക്ക് വരുന്നവരെ വളരെ ക്ഷണിക്കുന്ന ഒരു വീടിൻ്റെ മുൻവശമാണിത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, ഇതാണ് കുട്ടിച്ചൻ ചിറക്കൽ. മൈക്കിൾ സാറെന്ന് വിളിക്കും. പുള്ളിയാണ് ഇവിടുത്തെ ഇതിൻ്റെ ഓണർ. ഇത് ലീലാമ്മ എല്ലാം ഒന്ന് തന്നെയാണ്. അവർ ഉണ്ട്. അവർക്ക് വീടിനേക്കാളും വളരെ ഇഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒന്ന് ഇരിക്കാൻ കാരണം ഇപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു പുല്ലെല്ലാം വെക്കുന്നത്. ചുമ്മാ പറമ്പെല്ലാം കളയുമല്ലോ എന്ന് ഓർത്തോണ്ട് പുല്ല് വെക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേറെ കൃഷി ചെയ്യാൻ സ്ഥലമില്ലല്ലോ എന്നൊക്കെ ഓർത്തോണ്ട്. പിന്നെയാണ് എവർഗ്രീൻ അച്ചായന്റെ പേര് ഞങ്ങൾ കേട്ടു. എവർഗ്രീൻ അച്ചായനെ കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പിന്നെ ഞങ്ങളെന്നെ സമ്മതിച്ചു. എന്റെ മകൻ അമേരിക്കയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോ അവനോട് അമേരിക്കയിൽ നിന്ന് വന്നായിരുന്നു. അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇല്ല അവിടെ ഇരുന്നു, കുഴപ്പമില്ല, ഓക്കെ, തിരക്കേണ്ടില്ല. ഞങ്ങൾക്ക് ഒരു മേസ്തിരി ഉണ്ട്. മേസ്തിരി പറഞ്ഞു നമുക്ക് വാഴക്കുളത്ത് എവർഗ്രീനിന്റെ അച്ചായനെ കാണാൻ വേണ്ടി പോകണം. അച്ചായനെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്തിട്ട് ഇതിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. ഞങ്ങൾക്ക് തെക്കമ്പാകാരൻ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ അങ്ങാരാണ് ഇതിന്റെ മുഴുവൻ അതായത് പ്ലാനും കാര്യങ്ങളൊക്കെ തന്നത്. അതനുസരിച്ച് ഞങ്ങൾ നീക്കിയത്. വളരെ മനോഹരമായ പ്ലാനാണ്. ഒരു പുതിയ വീടിൻ്റെ ഇപ്പം വെച്ചേക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമ്മളൊരു സിനിമ ഷൂട്ടിങ്ങിന് വരെ പറ്റിയ ഒരു സ്ഥലമായിപ്പോൾ. വീട് ഇച്ചിരി പഴയതാ. അത് എന്തിനാ അന്നത്തെ എഞ്ചിനീയർ അത് ശരിച്ചു വാർത്തു. മുകളിലേക്ക് പണിയാൻ പറ്റാതെ വന്നു. അല്ല, അന്നത്തെ കാലത്തെ വീടുകൾ. പക്ഷേ ഇത് എന്നെ കൊണ്ട് നിങ്ങളിപ്പോൾ അധികം ആളില്ലല്ലോ ഇവിടെ. നിങ്ങളുള്ളവർ പോലും ഇപ്പം അമേരിക്ക പോവല്ലേ, പിന്നെ തന്നെ ഈ വീട് അമേരിക്കയിൽ ഇപ്പോൾ എല്ലാ കൊല്ലം ഞാൻ പോകുന്നുണ്ട്. പിന്നെ വൈഫ് അമേരിക്കൻ സിറ്റിസൺ, ഞാൻ മാത്രമേ ഇന്ത്യൻ സിറ്റിസണാണ്. അതായത് ഗ്രീൻ കാർഡാണ് എനിക്ക്. അപ്പോൾ അതിൻ്റെ എല്ലാ കൊല്ലം ഞാൻ പോകും. എല്ലാ കൊല്ലം പോയിട്ട് തിരിച്ചു വരും. ഇപ്പം ഞാൻ എൻ്റെ പിതാവ് തന്ന സ്ഥലമായിരുന്നു, ഞാനുണ്ടാക്കിയതല്ല. പിതാവ് തന്ന സ്ഥലം അത് ഇത് കണ്ടമായിരുന്നു പഴയ കാലത്ത്. അപ്പോൾ ആ കണ്ടം അതായത് മണ്ണിട്ട് ഞങ്ങൾ നികത്തി ചുറ്റോട് ചുറ്റും ചുറ്റോട് ചുറ്റും റോഡാണ് ഇതിൻ്റെ. കുറുവാക്ക എന്ന് പറയുന്നത് ഒരിക്കലും പറ്റാത്ത വെള്ളമാണിത്. ഏത് വേനൽക്കും വെള്ളം പറ്റിയ തോടുണ്ട്. ആ തോട് നിങ്ങൾക്ക് പിന്നീട് കാണാം. ആ തോട് ഒരിക്കലും പറ്റുകയില്ലാത്ത തോടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് അതായത് വെള്ളത്തിന്റെ ഒരു ലഭ്യത സുലഭമാണ് ഇവിടെ. അപ്പം അത് തന്നെയല്ല, ചുറ്റോടിയിട്ട് ഞാൻ റോഡ് കൊടുത്തു. 30 സെന്റ് സ്ഥലം തന്നെ ഞാൻ റോഡിന് വേണ്ടി ഞാൻ ഇവിടെ കൊടുത്തു. ഞാൻ അങ്ങനെ കൊടുത്തതുകൊണ്ടാണ് ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് ഇവിടെ അതേ രീതിയിൽ ഇപ്പം എവർഗ്രീൻകാരുടെ വർക്ക് അങ്ങോട്ട് കൂടി അതായത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച ശേഷം ഇതൊരു മനോഹരമാക്കി എന്നുള്ളതാണ്. ബാംഗ്ലൂരിൽ നിന്ന് തന്നെ സ്റ്റോണൊക്കെ കൊണ്ടുവന്നിട്ടു. അതുപോലെ തന്നെ ഭംഗിയാക്കി. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ ചെയ്തു. പിന്നെ അതിൻ്റെ ഗോപുരം, ഈ പടിഗോപുരം, പടിപ്പുരവാതിൽ ഇവിടെ പടിപ്പുരവാതിലുള്ള ആർക്കും ഇല്ല. ആദ്യം ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ്
എഞ്ചിനീയർ പറഞ്ഞു ഇത് അത് വേണം. എന്റെ ആങ്ങളയുടെ ഭാര്യയുടെ വീട്ടില് അത് ഉണ്ട്. അത് ഈ ആ. പടിപ്പുര അതെവിടെയാ, സ്ഥലം എവിടെയാ? ഏറ്റുമാനൂര്. ഏറ്റുമാനൂർ അല്ലേ? ആ. ഏറ്റുമാനൂര് അങ്ങോട്ട് എങ്ങോട്ട് പോണ വഴിയാ? വേലു എന്തോ ആ ലെഫ്റ്റില്ല, പൃഥ്വിരാജ് പള്ളിയില്ലേ, ആ ഉവ്വ. പള്ളിയുടെ അവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പേരൂർ പേരൂർ പിന്നെ പേരൂർക്ക് പോണ വഴിക്ക് അത് ഇത് വലിയ ഒന്നര വീടാ. ഏക്കർ സ്ഥലത്താ. വലിയ വീട് അത് 5-6 കോടി. അന്ന് അവര് പണിതപ്പം 17 കോടി. ആ നാട്ടിലേക്കൊക്കെ എല്ലാ വീടും ഇപ്പം ഞാൻ പറയാം, ഇപ്പം വീട് പഴയ വീടാണെങ്കിൽ ഇപ്പം ഈ മുറ്റങ്ങളും പരിസരങ്ങളും ഉണ്ടെങ്കിൽ ഇതുപോലെ കല്ല. ആ അതെ, നമ്മൾ പെണ്ണുങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അവർ കഴുത്തിലും കാതിലും ഇടുന്ന പോലെയാണ് വീടിൻ്റെ മുറ്റത്ത് ഈ കല്ലും പുല്ലും ഒക്കെ വരുമ്പോൾ ആ വീടിൻ്റെ ഇത് അലങ്കാരം കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞ സമയത്ത് പണികളൊക്കെ അതുകൊണ്ട് എവർഗ്രീൻ ചായനെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകനുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പം മകൻ്റെ ഒരാഴ്ച മുമ്പ് പോയത്. അപ്പം പോകുന്നതിന് ഇതിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എവർഗ്രീനെ അഭിനന്ദിക്കുന്നു. കൃത്യമായ വർക്ക് പൂർത്തിയാക്കുന്നു. ഓക്കെ, നന്ദിയുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് നമ്മുടെ കൂടെ കഷ്ടപ്പെട്ട 2 വ്യക്തികളുണ്ട്. ഉണ്ട്. നമ്മുടെ ബോസ് എന്ന് പറയും, എൻ്റെ സുഹൃത്താണ്, ആത്മാർത്ഥ സുഹൃത്താണ്. ഓക്കെ. പുള്ളി കോതമംഗലംകാരനാണ്. ഉവ്വ. പിന്നെ നമ്മുടെ മേശ്ശേരി ഉണ്ട്. ഉണ്ട്. 2 പേരെ ഒന്ന് വിളിക്കാം. ഉവ്വ. ബോസേ, മേശ്ശേരി ഒന്ന് വിളിച്ചേ. രണ്ടുപേരും കൂടെ വാ. ബെൻസീർ. ബെൻസീറേ. ആ ആ ഓക്കെ ഓക്കെ. നമസ്കാരം. സൂപ്പർവൈസർ. ഓ യെസ്, ആ ഓക്കെ. പന്നിമറ്റം ഒരു പുതിയ സൈറ്റാണ്. അവിടുത്തെ സാറും മേഡമാണ്. ഇത് നമ്മുടെ മാത്തിക്കുട്ടി അച്ചായൻ, ഞങ്ങൾ ഒരുമിച്ച് നിന്നാണ് ഈ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. വെള്ളിയാമറ്റം ചിറകൽ. ആ, വെള്ളിയാമറ്റം ചെറുക്കൻ. ചിറകൽ ചിറക്കൽ. ഞങ്ങളുടെ വീട്ടുപേര്. വെള്ളിയാമറ്റം നിങ്ങളുടെ ചിറകൽ. ആ അത് പറയാം, പുള്ളിയെ കുറിച്ച് പറയാം. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു ഞങ്ങളുടെ വർക്ക്. സഹായിയ അതെ അതെ എന്നും ഉണ്ട് പുള്ളി ഇവിടെ. ആ അതെ. നെബു. നെബു. ഇത് നെബു എന്ന് പറയും ബാക്കി നിൽക്കുന്നത്. അതെ. പുള്ളി ഇവിടുത്തെ ഈ വീടിൻ്റെ ഒരംഗത്തെ പോലെയാണ്. രാവിലെ വന്ന ഒരംഗമാണ് എന്ന് പറയാം. രാവിലെ വന്നാൽ വൈകിട്ട് വരെ ഇവിടെ എല്ലാ ഇതിലും കാണും. പക്ഷേ പുള്ളിയെ സംബന്ധിച്ചോളം ഇവിടുത്തെ ഒരു മുട്ടുസൂചി, അതായത് ഞാൻ വന്നൊരു വാക്കത്തി എവിടെയോ കാണാതെ പോയിട്ട് പുള്ളി ആ വാക്കത്തി അന്വേഷിച്ച് നടക്കുമായിരുന്നു. അത്ര ഉത്തരവാദിത്തമാണ് വീടിനോട് എല്ലാ കാര്യവും. എൻ്റെ 2 തൂമ്പാട് വെച്ചിട്ട് പുള്ളി രാവിലെ വന്നിട്ട് പറഞ്ഞു എന്നെ എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ എല്ലാത്തിനും ഒരു ഉത്തരവാദിത്തമുള്ള ഒരു നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണിത്. അപ്പോൾ നമ്മുടെ ഒരു മേശ്ശേരി ഉണ്ടായിരുന്നു, നമ്മുടെ പുള്ളി ഇവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. പുള്ളിയും കൂടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാണ് ഈ പരിപാടി ഇവിടെ തീർത്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇത് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ള ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചായിരുന്നു. ഇതൊക്കെ ചുമ്മാ ചെളി പിടിച്ച കണ്ടവരെടുത്തിട്ട മണ്ണായിരുന്നു. നമ്മുടെ പുല്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചായിരുന്നോ സാറേ? അതായത് 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ ഈ പുല്ല് ഒരു വർഷത്തെ വളർച്ചയാകുകയാണ് അല്ലേ? ഇപ്പം ആരെങ്കിലും വന്നാൽ ഇത് ഒരാഴ്ച മുമ്പ് ഇട്ടാന്ന് പറയുമോ? ഇല്ല. ആ അതാണ് അതിൻ്റെ. അത് വളരെ നല്ല ഭംഗിയായിട്ടുണ്ട്. ആ വളരെ ഭംഗിയായിട്ടാണ് വിട്ട്. നിങ്ങളെ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണിക്കാം. അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇതിൻ്റെ ഓരോ സ്ഥലങ്ങളും കാണിച്ചു തരാം. ഈ വഴി അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന ഈ 2 ഇങ്ങോട്ട് വരുന്ന ഒരു ഔട്ട് ഹൗസാണ് ഇവരുടെ. അതായത് ഇനി വീട്ടിലേക്ക് വരുന്നവർക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ ഈ അമേരിക്കൻ സ്റ്റൈലിൽ അങ്ങനെയാണ്. അതായത് ബ്ലഡ് റിലേഷൻ ഉള്ളവരെ മാത്രമേ വീടിനകത്തോട്ട് പ്രവേശനം അങ്ങനെ കൊടുക്കുകയുള്ളൂ. ബാക്കിയുള്ള ആര് ഗസ്റ്റ് വന്നാലും അവരെ ഈ ഔട്ട് ഹൗസിലേക്കാണ് വിളിക്കുന്നത്. അവിടെ എല്ലാ സൗകര്യമുണ്ട്. ഇനി ചുടിയിലോ തീറ്റയോ കുടിയോ എല്ലാം അവിടെ തന്നെ ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആ വഴിയെ വന്ന് ഇങ്ങോട്ട് പോകാം. അങ്ങോട്ടൊരു ആ സൈഡിൽ ഒരു തോടാണ്, അങ്ങേ സൈഡിൽ. 1 കിലോമീറ്റർ. ആ 1 കിലോമീറ്റർ ഒരിക്കലും പറ്റാത്ത ഒരു നീരുറവയുള്ള ഒരു നല്ല തോടാണത്. വേനൽക്കാലത്ത് നല്ല നീരുറവയുണ്ട്. കണ്ടമായിരുന്നല്ലോ നീ. ആ ഇതിന്റെ സൈഡിലോ താഴെയെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം പറിച്ചു കളഞ്ഞ. അതല്ലേ? ഇവിടെ എത്ര വർഷമായി സാറേ ഇവിടെ ആയിട്ട്? ഇത് മേടിച്ചത് പറയുകയാണെങ്കിൽ 1964 മറ്റോ. ഞാൻ കല്യാണം കഴിച്ച് വരുമ്പം കൃഷി ചെയ്യുക. അതെല്ലേ? ഞങ്ങള് കൃഷി ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങള് എത്ര വർഷം കൃഷി ചെയ്തെന്നറിയാം. ഇനി ഞാൻ അമേരിക്കക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ കൃഷി ചെയ്യാൻ നമുക്ക് പറ്റിയല്ല. എങ്കിലും ലിസമ്മയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. ഇവിടെ ഓരോ സൈഡ് ഒരു കൊട്ട മണ്ണെടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ചീനിയോ വെണ്ടയോ അല്ലെ എന്തെങ്കിലും ഒരു പച്ചക്കറി വെക്കണമെന്നൊരു ആഗ്രഹമാണ് മനസ്സിൽ. ഒരു പച്ചക്കറി കൃഷിക്കാരിയാണ് എന്നാണ് എന്നോട് പ്രിൻസിപ്പാൾ പറഞ്ഞത്. പച്ചക്കറിയുടെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് പുതിയ പച്ചക്കറിക്ക് വേണ്ടിയുള്ള കളങ്ങളാണ് ഒരുക്കിയിട്ടേക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാ പച്ചക്കറി ഇവർ തന്നെ ഉണ്ടാക്കി ഇവർ തന്നെ കഴിക്കുകയാണ്. അല്ല പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യങ്ങളില്ല.
ഞങ്ങള് എല്ലാം എന്തെങ്കിലും കോവല് കൊണ്ടുവരുന്നു, ആ. കോവല് ഉണ്ടായിരുന്നു. ഉവ്വ. അങ്ങനെ ചക്ക കോവല് അതിനകത്ത് കോവയ്ക്ക പറിക്കുക. അതല്ലേ നമ്മളത്രയും തിന്നിയല്ല, നല്ല എല്ലാവർക്കും കൊടുക്കും. കൊടുക്കും. അപ്പോൾ ഞങ്ങളുടെ എവർഗ്രീൻ ലാൻഡ്സ്കേപ്പിൻ്റെ ഈ വർക്ക് വളരെ മനോഹരമായിട്ട് തന്നു. ഒരു കുടുംബത്തെ പോലെ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഈ വർക്ക് തീർത്തു കൊടുത്തു. അപ്പോൾ ഇനിയും സാറിൻ്റെ പരിചയത്തിൽ ഇതിന് വർക്കൊക്കെ വരുവാണെങ്കിൽ മാത്തുക്കുടിച്ചാനെ മറക്കണ്ട, എവർഗ്രീനും മറക്കണ്ട. വർക്ക് തന്നെയല്ല, വളരെ മനോഹരമായിട്ട് ചെയ്ത് തന്നു. അതാണ് രാത്രിയും പകലും കൂടെ മെനക്കെട്ടാണ് നമ്മൾ. അതാണ് ഞാൻ ഈ വർക്ക് എടുത്തിട്ട് ഒരു ദിവസം പോലും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹവും അവിടുന്ന് എത്ര കിലോമീറ്റർ വരണം, 60 കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് വന്ന് ഞങ്ങൾ കൂടെ നിന്നാണ് ഈ വർക്ക് തീർത്തത്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, പറഞ്ഞു ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ.